ഒരാള് ഒരു വലിയ മൂർച്ചയുള്ള പാറയിൽ വന്ന തല കുത്തിപ്പൊട്ടിക്കുകയാണ്. കൂർത്ത ഒരു പാറയിൽ ചോര ഒലിച്ച് തല പിളരുന്നുണ്ട്. വീണ്ടും ആ തല പൂർവസ്ഥിതിയിലേക്ക് മാറുന്നു. വീണ്ടും തലയെടുത്ത് അടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ് ജിബ്രീലേ, ഇയാൾ എന്താണ് ഇയാൾ ചെയ്യുന്നത്? നബിയേ, കാന ലാ യുസല്ലി, തലക്ക് കനം ബാധിച്ച് നിസ്കരിക്കാത്ത മനുഷ്യനായിരുന്നു ഇയാൾ. നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കരിക്കാത്തത് കൊണ്ട് ആ തലക്ക് ഭാരമുണ്ടായിരുന്ന സംഗതിക്ക് അള്ളാഹു ഇവിടെ കൊടുക്കുന്ന ശിക്ഷയാണിതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പ്രായപൂർത്തിയായ ആണും പെണ്ണും നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ഖളാ വീട്ടിക്കോളൂ. കഴിയുന്നതൊക്കെ വീട്ടിക്കോളൂ. ഒരു നിസ്കാരത്തിന്റെ കൂടെ ഒരു ഫർള് അല്ലെങ്കിൽ 2 ഫർള് നഷ്ടപ്പെട്ട എത്രയാണോ ഖളാ വീട്ടിക്കോ. കുറെ പ്രായമായ ആളുകൾ നിസ്കാരിപ്പ തുടങ്ങിയിട്ടുള്ളൂ, ഖളാ വീട്ടിക്കോളൂ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, പടച്ചവനെ, എങ്ങാനും എനിക്ക് മുഴുവൻ നിസ്കരിക്കാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാ എനിക്ക് മാപ്പ് തരണേ. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുക, നിസ്കാരം ഖളാ വീട്ടുകയും ചെയ്യുക. നമ്മളതാ പറയാം, അവര് സുന്നത്തല്ല നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നീ ഫർള് നിസ്കരിച്ചോ, 2 റക്അത്ത് സുബഹി ഖളാ വീട്ടിക്കോ. സുന്നത്ത് നിസ്കാരം ഹറാമാന്ന് അല്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ ഉസ്താദ്മാർ പറയുമ്പോൾ, എന്നാലേ ഞാൻ തറാവിക്കൊന്നും നിസ്കരിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നിനക്ക് നിസ്കരിക്കാനുള്ള കഴിവുണ്ടോ? നീ ഫർള് നിസ്കരിക്കണം. അതിൻ്റെ അർത്ഥം തറാവി നിസ്കരിക്കാതെ കൈ കെട്ടിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. നിനക്ക് തറാവിഹിനേക്കാളും നിനക്ക് നിർബന്ധമായൊരു സംഗതി ബാക്കി നിൽക്കാൻ, എന്റെ ഫർള് നീ ഖളാ വീട്ടിക്കോ. 2 സുബഹി ആയിട്ട് ഖളാ വീട്ടിക്കോ, അല്ലെങ്കിൽ 4 റക്അത്തായിട്ട് ളുഹ്ർ അസ്ർ ഖളാ വീട്ടിക്കോ, ഇശാ ഖളാ വീട്ടിക്കോ. നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചു കൊടുത്തു. വേറെ ചില ആളുകളുണ്ട്, അവർ